ആർക്കും പറ്റുന്നില്ല. എല്ലാവരും ഇറക്കി ഫയർ എക്സ്റ്റിങ്വിഷൻ വർക്ക് ചെയ്യാൻ നോക്കിയിട്ട് അത് വലിയ വർക്ക് ചെയ്തു. ആ ഫയർ എക്സ്റ്റിങ്വിഷന്റെ ഒരു ഗ്യാസ് കുറ്റിയമ്മടയിലുണ്ടായിരുന്നു. അതൊന്ന് വർക്ക് ചെയ്തായിരുന്നു അത് വർക്ക് ചെയ്തില്ല. അതാണ് നമ്മളും കണ്ടത്. ഒരു ചെറിയ പുക വന്ന് ആ സൈഡ് ആൾക്കാരെ എല്ലാം ഇറക്കിയതിന് ശേഷം മാക്സിമം നമ്മൾ സൈഡ് അടുപ്പിച്ചിട്ട് കൊടുത്തത് വണ്ടി. പുക എന്താണെന്ന് ഫ്രണ്ടിൽ നിന്നാണ് വന്നത്. ആദ്യം സൈലൻസർ കൂടെ പുക പോകുന്ന കണ്ടപ്പോഴേ വണ്ടി സൈഡ് നോക്കി ആ സിഗ്നലിൽ വെച്ചാൽ സംഭവം ഉണ്ടായത്. ചെറിയ ഒരു ഒരച്ചിലിന്റെ പോലൊരു സൗണ്ട് ഇങ്ങോട്ട് എടുത്തപ്പോൾ വന്നു. വണ്ടി എറണാകുളമില്ല. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു ഫ്രണ്ടിലെ സൗണ്ട് മെനഞ്ഞാൽ രാത്രി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു. അന്നേരം ബ്രേക്ക് ചെന്നപ്പോൾ പറഞ്ഞു ചില സമയത്ത് ചവിട്ടിയാലൊന്നും റിലീസായി വരും. അതന്ന് ശരിയാക്കി ബ്രേക്ക് ജാമിങ് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു. ഇന്നലെ ഇത് ഹരിപ്പാടം കണ്ടിട്ട് ഇതേപോലെ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അത് ഇന്നലെ അവിടെ ശരിയാക്കി സാധനം വരുത്തി കണ്ട് ശരിയാക്കി. എന്നിട്ട് ഇവിടുന്ന് എടുത്തപ്പോൾ വീണ്ടും അതേ സെയിം കംപ്ലയിൻ്റ് ആ സൗണ്ട് വന്നു. സൈഡ് എത്തിച്ച് വെറുതെയപ്പോഴത്തേക്ക് സൈലൻസറിൽ നല്ല രീതിയിൽ പുകയുണ്ട്. അപ്പോൾ ആ പുക പിന്നെ കണ്ടുകൊണ്ട് ഞാൻ സൈഡ് തിരിച്ചിട്ട് ആൾക്കാരെ ഇറങ്ങാം. ആൾക്കാരെ മൊത്തം ഇറക്കി പതുക്കെ സമാനത്തെ ഇറക്കി ആൾക്കാരെ പേടിപ്പിക്കാൻ നമ്മളങ്ങ് ഇറക്കി. അന്നേരം എൻ്റെ സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ പുക വരാൻ തുടങ്ങി. എന്നാലും നമ്മൾ ആൾക്കാരെ ഭയപ്പെടുത്താതെ ഇറക്കി എല്ലാവരും ഇറക്കി സമാധാനത്തിൽ നിർത്തിയതിന് ശേഷമാണ് ആ എൻജിൻ കവറൊന്ന് പൊക്കിയപ്പോഴത്തേക്ക് അവിടുന്ന് താഴോട്ട് പിന്നെ ഡീസൽ ചോരുന്ന അവിടുന്ന് സ്പാർക്കായി ഇരിക്കുക. ബാറ്ററി ഫ്രണ്ട് ഇരിക്കില്ല. അപ്പോൾ അവിടുന്ന് കണ്ട പൈപ്പ് പൊട്ടിയത്. ഇതൊരു ബാറ്ററിയുടെ അതിനകത്തൂടെ കാണാൻ അവിടെ എവിടെയാണ് സ്പാർക്കായി അവിടുന്ന് അത്